വരെ നാം ഒന്ന് മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ ക്രൂരമായ നരാധമത്വത്തിന്റെ കീഴിൽ വാക്കും നാക്കും കൊണ്ട് ചലിപ്പിക്കാൻ കഴിയാത്തവർ, എഴുതാൻ കഴിയാത്തവർ, കണ്ണടച്ച് അല്ലെങ്കിൽ ആ ദുരന്തത്തിലേക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കാൻ കഴിയാത്തവർ നമ്മുടെ രാജ്യത്തുണ്ട്, പുറം ലോക രാജ്യങ്ങളിലുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. മറുഭാഗത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരു വിഭാഗം പരസ്പരം ഇന്ന് കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥ. ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ വിശ്വാസിയും കൃത്യമായി മനസ്സിലാക്കേണ്ട ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മുടെ രാജ്യം മതേതരത്വ രാജ്യമാണ്. നമ്മുടെ രാജ്യം, ആ രാജ്യം ഇന്ന് ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനും എനിക്കിഷ്ടപ്പെട്ട മതത്തിനെ കുറിച്ച് എഴുതാനും എനിക്കിഷ്ടപ്പെട്ട ആചാര്യനെ കുറിച്ച് സംസാരിക്കാനും എനിക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് സംസാരിക്കാനും നമ്മുടെ രാജ്യം നമുക്ക് അവകാശം നൽകുമ്പോൾ, നമുക്കറിയാം അങ്ങകലെ UP-യിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബാനർ തന്റെ വീടിന്റെ മുന്നിൽ ഉയർത്തതിന്റെ പേരിൽ കലാപം നടക്കുകയാണ്. അവിടെ വീടുകളിൽ ഇടിച്ചു നിരത്തപ്പെടുകയാണ്. അതിനുവേണ്ടി പ്രതിഷേധം നടത്തിയവരെ തല്ലി ചതയ്ക്കുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. അവരെ ജയിലറകളിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളിയിടുന്ന, ക്രൂരമായി മർദ്ദിക്കുന്ന രംഗമാണ് കാണാനുള്ളത്. ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവനും ജീവിതവും നഷ്ടപ്പെട്ടാലും ഒരു മുസൽമാന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച നാമം, അത് അല്ലാഹുവിന്റെ ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമാണ്. ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ജീവൻ പ്രശ്നമല്ല, നമ്മുടെ കുടുംബം പ്രശ്നമല്ല, നമ്മുടെ സമ്പാദ്യം പ്രശ്നമല്ല. എന്ത് നഷ്ടപ്പെട്ടാലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ആ തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സംസാരവും ഒരു എഴുത്തും ഒരു വിശ്വാസിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തേക്ക് ചേർത്ത് വെച്ച് പിടിക്കട്ടെ. നമ്മുടെ നാവ് കൊണ്ട് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കട്ടെ, നാം സ്നേഹിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്നത് മറ്റാരേക്കാളും, എന്റെ ഉമ്മയെക്കാളും, എന്റെ ബാപ്പയെക്കാളും, എന്റെ സഹോദരങ്ങളെക്കാളും എനിക്ക് തുണ നൽകുന്ന, ഇണ നൽകുന്ന, അല്ലെങ്കിൽ എനിക്ക് കൂടെ എന്നോടൊപ്പം കൂടി ചേർന്നിരിക്കുന്ന എന്റെ ഇണകയെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങകലെ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാറ്റി നിർത്തിയിട്ട് വിശ്വാസിക്കൊന്നും കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വർഗീയ കോമരങ്ങൾ, വർഗീയ ജാതി പറയുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്നും മനസ്സിലാക്കി നോക്കട്ടെ. മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു സമൂഹമോ ഇതര സമുദായത്തിലെ സഹോദരങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ ദൈവങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഐ ലവ് ജീസസ് എന്ന് ഏതെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങൾ പറഞ്ഞാലോ, ഐ ലവ് ഉണ്ണിക്കണ്ണൻ എന്ന് ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞാലോ, ഇവിടെ ഏതെങ്കിലും മുസ്ലിം നാമധാരികളോ മുസ്ലിം സഹോദരങ്ങളോ മുസ്ലിം സംഘടനകളോ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ നടക്കാറുണ്ടോ? ഇല്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ പത്തൊരമാറ്റിന്റെ ദീൻ, അത് മറ്റൊരു സമുദായത്തിനും പോറലേൽക്കാൻ പാടില്ല എന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമസംഹിതകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൃത്യമായ പാഠമാണ് ഒരു വിശ്വാസി പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, മതേതര ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങൾ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്ന രാജ്യത്ത് അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അത് ഏത് വിശ്വാസിയാണെങ്കിലും അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ രാജ്യം നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കാം. കാരണം ആ പ്രഖ്യാപനം അത് വാക്കുകളിലും നാക്കുകളിലും മാത്രം ഒതുങ്ങുന്നതല്ല, ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിപ്പിക്കപ്പെട്ട സംസ്കാരമാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കട്ടെ, മറ്റാരേക്കാളും നാം ചേർത്ത് പിടിക്കേണ്ട സംസ്കാരം ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അൽ ഈമാൻ ബിദ്ഉ വസബഊന ശുഅബ. പരിശുദ്ധമായ ഈമാനിന് 70 സിൽവാനം ശാഖകളുണ്ട്. 70 സിൽവാനം ശാഖകളുണ്ട്. ഫഅഫ്ളലുഹാ, ആ 70 സിൽവാനം ശാഖകളിൽ ഏറ്റവും സമുന്നതമായി നിൽക്കുന്ന ശാഖ എന്ന് പറയുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ തൗഹീദിന്റെ വചനമാണ്. ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല എന്ന
പരിപൂർണമായി ഉറച്ച ഈമാൻ. എന്റെ ശ്വാസവും എന്റെ ഉച്ഛ്വാസവും എന്റെ അന്നവും എന്റെ പാനവും എന്റെ ജീവിതത്തിലെ സർവ്വവിധ വിഭവങ്ങളും എന്റെ ജീവനും എന്റെ ജീവിതവും ഒക്കെ നൽകിയത് ആ സിത്താവായ റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ്. അല്ലാഹുവിനെ അടിയുറച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഈമാനിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ ഓരോന്ന് വിശദീകരിച്ച അവസാനം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഅദ്നാഹാ, ആ ഈമാനിന്റെ ശാഖകളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ശാഖ എന്ന് പറയുന്നത് വഴിയിലുള്ള ഒരു തടസ്സത്തെ ഒരു ജനതൽ മുസ്ലിം എന്നല്ല, അത് ഹൈന്ദവനെന്നല്ല, മതമുള്ളവനെന്നല്ല, മതമില്ലാത്തവനെന്നല്ല, ഏതൊരു മനുഷ്യനും മാർഗതടസ്സം സൃഷ്ടിക്കുന്ന കൃത്യമായ ഒരു മാർഗതടസ്സം അവന്റെ റോഡിലോ അവന്റെ വഴിവക്കിലോ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി നീക്കം ചെയ്യുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരം. ആ സംസ്കാരം പഠിച്ചവരാണ് പ്രിയപ്പെട്ട യോഗി ആദിത്യനാഥിനോട് പറയാനുള്ളത്. ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്, ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു നമസ്കാരം കൊണ്ട് വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന നമസ്കാരമാകട്ടെ ഒരു വാഹനത്തിനോ ഒരു ജനവിഭാഗത്തിനോ ഒരാൾക്ക് പോലും തടസ്സമില്ലാതെ കൃത്യമായി അനുസരണയോടുകൂടി നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ പേരിൽ ഹൈന്ദവ സഹോദരങ്ങളും ഹൈന്ദവ മതത്തിൽ നിന്നും നിങ്ങൾ അച്ചടക്കം പഠിക്കേണ്ടവരാണ് എന്ന് യോഗി ആദിത്യനാഥിന്റെ ആ പ്രസ്താവനയുണ്ടല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇപ്പോ കഴിഞ്ഞ തൊട്ടുടനെയായിട്ട് ഹോളി ആഘോഷം നടന്നു. യുപിയിൽ അടക്കമുള്ള എത്രയോ സംസ്ഥാനങ്ങളിൽ അത് ജാതിയോ മതമോ ഇല്ലാത്ത രീതിയിൽ മനുഷ്യരെ അടിച്ചുകൊല്ലുന്ന ആഘോഷങ്ങളായി മാറുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ലൈബ്രറിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഹൈന്ദവനായ സഹോദരനെയാണ് ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ യോഗി ആദിത്യനാഥിന്റെ അനുയായികൾ അടിച്ചുകൊന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതെന്ത് സംസ്കാരമാണ്? ഈ സംസ്കാരമാണോ മുസ്ലിം ഉമ്മത്ത് പഠിക്കാനുള്ളത്? ഈ സംസ്കാരമാണോ മുസ്ലിം ഉമ്മത്ത് പഠിക്കാനുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചോദിച്ചു പോകും, എന്തിനാ ഉസ്താദേ പള്ളിക്കകത്ത് രാഷ്ട്രീയം പറയുന്നത് എന്ന്. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ ഒരു ഇമാമ് തന്റെ വർത്തമാനകാല സാഹചര്യം സൂചിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ഉസ്താദെ പള്ളിയിൽ രാഷ്ട്രീയം പറയാനുള്ളതാണോ എന്ന്. അങ്ങനെ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചോദിച്ചാലും പ്രശ്നമല്ല, ചോദിച്ചില്ലെങ്കിലും പ്രശ്നമല്ല. നട്ടല്ലോടുകൂടി ദീൻ പറയാനുള്ള അവസരം പള്ളിയിൽ മിമ്പറും മിഹ്റാബുമാണെന്ന ധാരണയോടുകൂടി തന്നെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർത്തമാനകാല ഇന്ത്യ വളരെ ദാരുണമായ, ദയനീയമായ, ക്രൂരമായ മുഖങ്ങളോടുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ പള്ളിയിൽ കാരാളിമുക്ക് പള്ളിക്കകത്ത് ജുമയ്ക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്നത്. ഒരു സന്ദർഭത്തിൽ നമ്മുടെ പള്ളിയുടെ അടിയാധാരവും ആധാരവും ഒക്കെ തേടിക്കൊണ്ട് ഏതെങ്കിലും ഓഫീസുകളിലോ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുന്നിലോ ഏതെങ്കിലും വഖഫിന്റെ നിയമങ്ങളായി നിശ്ചയിക്കപ്പെടുന്ന ഏതെങ്കിലും ഓഫീസുകാരുടെ മുന്നിലൊക്കെ ഇതിന്റെ ആധാരങ്ങളും കൊണ്ട് പോയിട്ട് നമ്മുടെ നമസ്കാരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ലഹോർ നമസ്കാരത്തിന് വേണ്ടി ഒന്ന് പള്ളി തുറന്നു തരോ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഗൗരവമുള്ള വിഷയമാണ്. ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ഉറങ്ങുന്നുണ്ടാകും. ഇനിയും ഉണർന്നിട്ടില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി, മുസ്ലിം സമുദായത്തിന്റെ ഗതി, മുസ്ലിം മദ്രസകളുടെ ഗതി, മുസ്ലിം പള്ളികളുടെ ഗതി, മുസ്ലിം സ്ഥാപനങ്ങളുടെ ഗതി, മുസ്ലിം നാമങ്ങളുടെ ഗതി, മുസ്ലിം റോഡുകളുടെ ഗതി പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമുള്ള വിഷയമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ കൈവശം നമ്മുടെ സ്വത്തുക്കളായിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരമായിട്ട് നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹുവിന്റെ ഭൂമികളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, ഏ മുസ്ലിമേ, നിന്റെ വഴിയിലൂടെ നീ കടന്നു പോകുന്ന നിന്റെ വഴിയിലൂടെ, അത് മുസ്ലിമിന്റെ വഴിയാകട്ടെ, മുസ്ലിം നടന്നു പോകുന്ന അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ള ഒരു റോഡാകട്ടെ, ഒരു വഴിയാകട്ടെ, അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ നടന്നു പോകുന്നവരാകട്ടെ, മതമുള്ളവരാകട്ടെ, മതമില്ലാത്തവരാകട്ടെ, ഏതൊരു ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിലൂടെ ആ മനുഷ്യന് മാർഗദർശനം സൃഷ്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ ആ മാർഗദർശനം മാറ്റിയിട്ട് അത് പോകൽ, അത് നിന്റെ ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സംസ്കാരം. പ്രിയപ്പെട്ടവരെ, റോഡ് വഴിവക്കിലൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, മാംസത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇട്ടിട്ട് കടന്നു കളയുന്ന എത്രയോ വില്ലന്മാർ നമ്മുടെ സമുദായത്തിലും സമൂഹത്തിലും നമ്മുടെ പൊതുജനങ്ങൾക്കിടയിലും ഉണ്ടാകും. അറവുശാലയിലെ മാലിന്യങ്ങൾ റോഡ് വക്കിലൂടെ തള്ളിയിട്ട് പോകുന്നവരെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അതിന്റെ ഗൗരവവും വലിപ്പമുള്ളതാണ്.
ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിലൂടെ ആ മനുഷ്യന് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ മാർഗദർശനങ്ങൾ, അത് കല്ലാകട്ടെ, മുള്ളാകട്ടെ, ഓലയാകട്ടെ, എന്തുമാകട്ടെ, ആ മാർഗദർശനം സൃഷ്ടിക്കൽ എന്ന് പറയുന്നത് അത് എടുത്തു മാറ്റൽ എത്രത്തോളം പുണ്യകരമാണോ അതേ പ്രകാരം തന്നെ മാർഗദർശനം സൃഷ്ടിക്കലും കടുത്ത പാപമാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികളെയാണ് ഒരു ആഘോഷത്തിന്റെ പേരിൽ, സ്വന്തം ആഘോഷങ്ങളുടെ പേരിൽ യോഗി ആദിത്യനാഥ് അനുയായികൾ മതം നോക്കാതെ മനുഷ്യന്മാരെ അടിച്ചുകൊല്ലുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമകളാക്കി മാറ്റി അവരെ ആ സംസ്കാരം പഠിക്കണമെന്നൊരു സമുദായത്തോട്, ഏറ്റവും ഉന്നതമായ ഒരു സംസ്കാരത്തോട് പറയുന്നത് നാം ഒന്ന് മനസ്സിലാക്കണം. യോഗി ആദിത്യനാഥ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഹൈന്ദവ മതങ്ങൾ പഠിക്കണമെന്നാണ്, ഹൈന്ദവരുടെ സംസ്കാരം പഠിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാരാളിമുക്കിൽ തന്നെ എത്രയോ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, നമ്മുടെ കേരളത്തിൽ എത്രയോ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്തിൽ എത്രയോ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ഈദുൽ ഫിത്തറിന്റെ ആഘോഷത്തിൽ ജയ്പൂരിൽ നിങ്ങൾ ഒരു വാർത്ത വായിച്ചു കാണും. ജയ്പൂരിൽ നിന്നും പള്ളിയിൽ നിന്നും മടങ്ങി വന്നിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ, ഈദ് നമസ്കാരം കഴിഞ്ഞു മടങ്ങി വന്നിട്ടുള്ള ആ മടങ്ങി വരുന്ന സഹോദരങ്ങളെ ഹൈന്ദവ സഹോദരങ്ങൾ പൂവാരി വിതറിയിട്ടാണ് സ്വീകരിച്ചത്. അതുപോലുള്ള എത്രയോ നല്ല ഹൈന്ദവ സഹോദരങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. ആ ഹൈന്ദവ മതത്തെയല്ല യോഗി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഹൈന്ദവ മതം പഠിക്കണമെന്ന്, നിങ്ങൾ അതിന്റെ വാഹകരായി അച്ചടക്കം പഠിക്കണമെന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, യോഗി ആദിത്യനാഥ് പറയുന്ന മതം ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് നമുക്കറിയാം. അത് മതമല്ല, മതമാണ്. ആനയ്ക്ക് മതം പൊട്ടിയെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ആനയ്ക്ക് മതം പൊട്ടിയെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഒരു ക്രൂരതയും ക്രോധവുമാണ് യോഗി ആദിത്യനാഥ് ഉദ്ദേശിക്കുന്നത്. ഹൈന്ദവ സഹോദരങ്ങൾ, നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ കാരാളിമുക്കിൽ പള്ളിയിൽ തന്നെ ഇഫ്താറുമായി ബന്ധപ്പെട്ട് എത്രയോ ഇതര സമുദായത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ, എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ ഒരു ദിവസത്തെ ഇഫ്താർ നടത്തിയവരുണ്ട്, അതിനുവേണ്ടി പൊടിയരികൾ വാങ്ങിച്ചു കൊടുത്തവരുണ്ട്, അതിനുവേണ്ടി സംഭാവനകൾ കൊടുത്തവരുണ്ട്. എത്രയോ മഹനീയമായ മാതൃകയാണ് നമ്മുടെ രാജ്യം, എത്രയോ മഹനീയമായ മാതൃകയാണ്. ഈ മാതൃകയെ തല്ലി തകർത്തിട്ട് ഏകാധിപത്യ ചക്രവർത്തിയെ പോലെ വാണുള്ളാൻ വേണ്ടി കാത്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥും നമ്മുടെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അമിത്ഷാ അടക്കമുള്ളവരും. എത്രയോ നോമ്പിന്റെ സമയങ്ങളിൽ, പരിശുദ്ധമായ റമദാനിൽ, ഈ റമദാനിലും റോമൻ മുസ്ലിമീങ്ങളുടെ നോമ്പിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പകലിൽ നോമ്പനുഷ്ഠിച്ച അല്ലെങ്കിൽ വ്രതമനുഷ്ഠിച്ച എത്രയോ ഹൈന്ദവ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ നാട് മനോഹരമായ നാടാണ്, നമ്മുടെ രാജ്യം മനോഹരമായ രാജ്യമാണ്. വിവിധ പുഷ്പങ്ങളും പൂക്കളും ജാതിയുടെയും മതത്തിന്റെയും വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെയും ഒക്കെ പുഷ്പങ്ങൾ, ഇങ്ങനെ മനോഹരമായ പൂക്കൾ വിടർന്നിട്ട് പലവിധത്തിലുള്ള സുഗന്ധങ്ങൾ പരിമളം പരത്തുന്ന ഹൈന്ദവ ദർശനങ്ങൾ, എത്രയോ നല്ല ദർശനങ്ങളാ ഹൈന്ദവ ദർശനങ്ങൾ. നമുക്കറിയാം, ഇണക്കുരുവിയിൽ നിന്നും ഒന്നിനെ വേട്ടയാടാൻ വേണ്ടി വേടൻ തന്റെ അമ്പുയർത്തിയപ്പോൾ ആ വേടനെ നോക്കിയിട്ട് പറഞ്ഞു, മാനിഷാദ, അരുത് കാട്ടാള, അരുത് എന്ന് പറഞ്ഞൊരു സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മനുഷ്യന്റെ തലയിൽ ഊരുമൊന്നുമില്ല. റമദാൻ മാസം ഇടയത്താഴ സമയത്ത്, ഇഫ്താറിന് ഇടയത്താഴ സമയത്ത് അത്താഴത്തിനു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി വഴിയിൽ കാത്തുനിന്ന സഹോദരങ്ങളെ വെടിവെച്ച് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പഠിക്കാത്തൊരു കാലഘട്ടം നമ്മുടെ രാജ്യം. തന്റെ ആഘോഷത്തിൽ, തന്റെ മതത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ മടി കാണിച്ചതിന്റെ പേരിൽ സ്വന്തം സമുദായത്തിലെ ഹൈന്ദവ സഹോദരനെ ക്രൂരമായി കൊന്ന രാജ്യം. അതാണോ യോഗി ആദിത്യനാഥിന്റെ സംസ്കാരം? അതാണോ ഹൈന്ദവ ദർശനങ്ങളുടെ സംസ്കാരം? അല്ല പ്രിയപ്പെട്ടവരെ, രണ്ടും രണ്ടാണ്. ഹൈന്ദവ ദർശനങ്ങൾ പഠിപ്പിക്കുന്നത് സമാധാനമാണ്, ശാന്തിയാണ്. എത്രയോ പേര് പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആ ഹൈന്ദവ മതത്തിലെ സഹോദരങ്ങൾ പറയാറുണ്ട്, എന്ത് ആത്മശാന്തിയാണ്, ഞാൻ രാവിലെ ബാങ്ക് കേട്ടിട്ടാണ് എന്റെ കട തുറക്കാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്നത്, ഞാൻ രാവിലെ ബാങ്ക് കേട്ടിട്ടാണ് എന്റെ ജോലിക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. എത്രയോ സംസ്കാര സമ്പന്നമായ നാടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം. പക്ഷേ വർത്തമാനകാല ഇന്ത്യ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ദാരുണമായ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് എന്ന കാര്യം 2 ദിവസങ്ങൾ ഉള്ള വാർത്തകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും. വഖഫുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയം അത് ചുട്ടെടുത്തു കഴിഞ്ഞു. അത് പാർലമെന്റിലും അതുപോലെ ലോക്സഭയിലും പിന്നെ അതുപോലെ തന്നെ രാജ്യസഭയിലും ഒക്കെ ചുട്ടെടുത്തു കഴിഞ്ഞു. ഇനി രാഷ്ട്രപതിയുടെ ഒപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള സംവിധാനങ്ങൾ മാത്രം മതി, നിയമമാക്കി കഴിഞ്ഞു.
അതിന്റെ പിന്നാമ്പുറം നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോ കാരാളിമുക്ക് മുസ്ലിം ജമാഅത്തിലോ അല്ലെങ്കിൽ പള്ളിശ്ശേരിക്കലോ ശാസ്താംകോട്ടയോ ഏതുമാകട്ടെ ഒരാൾ പരാതി കൊടുക്കുന്നു, കാരാളിമുക്ക് മുസ്ലിം ജമാഅത്ത് പള്ളി എന്റെ അച്ഛന്റെ വകയായിരുന്നു, എന്റെ അച്ഛന്റെ വകയായിരുന്നു. ഒരാൾ പെറ്റീഷൻ കൊടുക്കുക. ഓരും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാ, എന്റെ അച്ഛനോ എന്റെ മുത്തച്ഛനോ എന്റെ വലിയച്ഛന്റെയോ ആധാരം കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ അതിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ടതാണ് എന്റെ പള്ളി എന്ന് നമ്മുടെ അടുക്കൽ ഒരാൾ വന്ന് അല്ലെങ്കിൽ പറയുകയും അതിനുവേണ്ടി കേസ് കൊടുക്കുകയും ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, ഞാനും ഓടും നിങ്ങളും ഓടും. ഇതിനുവേണ്ടി ആധാരങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. ഇവിടെ നമുക്ക് എല്ലാ നിയമങ്ങൾ കൃത്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഉദാഹരണം പറയുന്നത്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ പറയുന്ന ഈ സമർപ്പിക്കേണ്ട രേഖകളിൽ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തള്ളും. നമ്മുടെ ഭൂമിയെല്ലാം പോകും, നമ്മുടെ പള്ളിയെല്ലാം പോകും, നമ്മുടെ മദ്രസ എല്ലാം പോകും, നമ്മുടെ ഖബർസ്ഥാൻ മുഴുവനും പോകും. ഇതാണ് നമ്മുടെ രാജ്യത്തിൽ വരാൻ പോകുന്നത്. മാത്രമല്ല, എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഒരു വാടക പോലും തരാതെ ഇന്ന് കേന്ദ്ര സർക്കാർ അടക്കി വെച്ചിട്ടുണ്ട്. ഒരു വാടക പോലും തന്നിട്ടില്ല. ഈ നിയമത്തിന്റെ പേരിൽ കോടിക്കണക്കിന്, ഇപ്പൊ തന്നെ ഇതിനകം എത്രയോ പള്ളികൾ തകർത്തു കഴിഞ്ഞു. ഗ്യാൻവാപ്പി അടക്കമുള്ള, ബാബരി മസ്ജിദ് അടക്കമുള്ള എത്രയോ പള്ളികൾ തകർത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ അതൊക്കെ കൃത്യമായി കൈയടക്കാനും ഇനിയും എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സ്വന്തം വകയായി കൂട്ടിച്ചേർക്കാനും വേണ്ടി എഴുതി പിടിക്കപ്പെട്ട അല്ലെങ്കിൽ കുതന്ത്രത്തിന്റെ തന്ത്രങ്ങൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒന്നാണ് വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ഇപ്പോഴും ഉറക്കത്തിലാണ്. കാരണം എന്തേ? എന്റെ വീട്ടിൽ കൃത്യമായി 2 ഏക്കർ വസ്തുവിന്റെ രേഖ, ആധാരവും അടിയാധാരവും പാപ്പായുടെ അടിയാധാരവും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. എനിക്കൊന്നും പേടിക്കണ്ട ഉസ്താദേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തേടി കടന്നു വരും. ഇപ്പൊ കണ്ടില്ലേ വർത്തമാന കാലഘട്ടത്തില് നമ്മുടെ പുതിയ വാർത്തകൾ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിഷപ്പുമാരുടെ അഭിപ്രായം ഇപ്പോഴും അടികൊണ്ടിരിക്കുക. ബിഷപ്പുമാര് ഇന്നലെ പല സ്ഥലങ്ങളിലും വടക്കേ ഇന്ത്യയിൽ പല വൈദികന്മാരെയും RSSന്റെ സംഘങ്ങൾ കൃത്യമായി ക്രൂരമായി മർദ്ദിച്ച വാർത്തകൾ ഇന്നും പത്രത്തിലുണ്ട്. എന്നിട്ട് പോലും പാഠം പഠിക്കുന്നില്ല. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോ വഖഫ് ബില്ല് പാസ്സാക്കണമെന്ന് ബിഷപ്പുമാര് കൃത്യമായ അഭിപ്രായം പറഞ്ഞു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇനിയും അവർ പാഠം പഠിച്ചിട്ടില്ല. വേട്ടക്കാരോടൊപ്പം ചേർന്നിട്ട് ഇരകളെ പിടിക്കാനുള്ള വലകൾ വിരിച്ചു കൊടുക്കുന്ന പണികൾ ആ ബിഷപ്പുമാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലം തെളിയിക്കും അവരുടെ കൂട്ടുകെട്ടിന്റെ ഫലം. ആ കൂട്ടുകെട്ടിന്റെ ഫലം കാലം തെളിയിക്കും. ഇത്രയും അവർക്ക് കിട്ടിയിട്ടും പോലെ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വർത്തമാനകാല ഇന്ത്യ വളരെ ഗൗരവമുള്ള വിഷയത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം സമാധാന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകണം. ഭരണഘടന അനുസരിച്ചുള്ള ഓരോ ജാതിക്കും ഓരോ മതത്തിനും വ്യത്യസ്ത സംസ്കാരങ്ങൾക്കും നമ്മുടെ ഭരണഘടന കൃത്യമായ അവകാശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അവകാശങ്ങൾ കൃത്യമായി ഓരോ ജാതി വിഭാഗത്തിനും കൃത്യമായി കിട്ടുന്നതുവരെ നമ്മുടെ രാജ്യം പരിപൂർണമായി സ്വന്തമായിട്ടില്ല. അത് കൃത്യമായി നമുക്ക് നേടാൻ കഴിയുമ്പോഴാണ് നമ്മുടെ രാജ്യം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. അംബേദ്കർ പറഞ്ഞതുപോലെ നല്ലൊരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഭരണഘടന. പക്ഷേ ഏറ്റവും നല്ലൊരു ഭരണഘടന നമുക്കുണ്ടെങ്കിലും ആ ഭരിക്കാൻ വരുന്നവരെ ഏറ്റവും മോശമായ രീതിയിലാണ് ഭരിക്കുന്നതെങ്കിൽ ആ ഭരണഘടനയും വികൃതമാക്കപ്പെടുമെന്ന് ഭരണഘടന ശില്പിയായ അംബേദ്കർ പോലും പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ആ ഒരു പോക്കിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യം സ്നേഹത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും ജാതിയുള്ളവനും ജാതിയില്ലാത്തവനും നമസ്കാര തഴമുള്ള മുസൽമാനും ക്രിസ്തു അതുപോലെ കുരിശുമാല ഇട്ട ക്രൈസ്തവനും അതുപോലെ തന്നെ ചന്ദനക്കുറിയിട്ട ഹൈന്ദവ സഹോദരനും തോള് ചേർന്നിട്ട് പരിപൂർണമായി സന്തോഷത്തോടുകൂടി അവരുടെ ആരാധനകൾ വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിച്ചതുപോലെ, എന്താ വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു സംസ്കാരമുണ്ട്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു, വലാ തസ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ. നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഒരു സംസ്കാരം, അതാണ് മോഡി പഠിക്കേണ്ട സംസ്കാരം. മോഡി ഹിന്ദുക്കളെ കണ്ട് പഠിക്കണമെന്ന് നമ്മോട് പറഞ്ഞല്ലോ. വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട്, വലാ തസ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങൾ പരിപൂർണമായി 100% അല്ലെങ്കിൽ നിങ്ങൾ പത്തരമാറ്റിന്റെ പവിത്രതയുള്ള ക്വാളിറ്റിയുള്ള നിങ്ങളൊരു മുസ്ലിം ആകണം. എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. എനിക്ക് ജീവനും ജീവിതവും നൽകിയത് അല്ലാഹുവാണ്. എനിക്ക് മരണം നൽകുന്നത് അല്ലാഹുവാണ്. എന്റെ ജീവിതത്തിന്റെ സകലമായ കാര്യങ്ങളും അല്ലാഹുവാണ് എനിക്ക് നൽകുന്നത്. എന്റെ സൃഷ്ടാവ് റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ് എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതാ ഒരു വിശ്വാസി എന്ന് പറയുന്നത്. ആ വിശ്വാസി ശിർക്കിന്റെ പാതയിലേക്ക് പോകാൻ പാടില്ല.
ഒരു ശിർക്കിന്റെ പാതയിലേക്ക് കടന്നു പോകാൻ പാടില്ല. അത്രയ്ക്ക് കൃത്യമായി ശിർക്ക് എന്ന് പറയുന്നത് അല്ലാഹു പൊറുക്കപ്പെടാത്ത പാപമാണ്, അല്ലാഹു പൊറുക്കപ്പെടാത്ത പാപമാണ്. എന്നിരിക്കെ തന്നെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത് വലാ തസ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മറ്റ് ഇതര വിശ്വാസികളുടെ ദൈവങ്ങളുണ്ട്. പല പേരുകളിൽ അവർ വിളിക്കപ്പെടുന്നുണ്ട്. ആ വിശ്വാസി സമൂഹത്തിന്റെ ഇതര സമുദായത്തിന്റെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കരുതേ. വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം. ചീത്ത വിളിക്കുന്നവൻ മുസ്ലിം അല്ല എന്നർത്ഥം. ചീത്ത വിളിക്കുന്നവൻ മുസ്ലിം അല്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ പച്ചയായി നമ്മോട് പറഞ്ഞു, നിങ്ങൾ ഹൈന്ദവ സഹോദരന്റെയോ ക്രൈസ്തവ സഹോദരന്റെയോ മതമുള്ളവരെ മറ്റേതെങ്കിലും സംസ്കാരത്തിന്റെയോ ഒക്കെ ദൈവങ്ങളെ നിങ്ങൾ വിളിക്കരുതേ. നിങ്ങൾ 5 നേരം നമസ്കരിക്കുന്ന മനുഷ്യനാകാം, നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യനാകാം, സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യനാകാം. പക്ഷേ നിങ്ങൾ പരിപൂർണമായ ഒരു വിശ്വാസിയായി നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ അല്ലാഹുവിനെ നിങ്ങൾ കൃത്യമായി ഇബാദത്ത് ചെയ്യുകയും അതോടൊപ്പം മറ്റുള്ളവരെ ആരാധിക്കുകയല്ല ആദരിക്കുകയും ചെയ്യണം. മറ്റുള്ളവരെ ആരാധിക്കുകയല്ല ആദരിക്കണം. നിങ്ങൾ ആ സമൂഹത്തിനോട് നിങ്ങൾ ബഹുമാനം കാണിക്കണം. ആ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട യോഗി ആദിത്യനാഥിനോട് പറയാനുള്ളത് ഈ സംസ്കാരമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരം. ഈ സംസ്കാരമാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തേ? വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത് അങ്ങനെയാണ്. കാരണം എന്തേ? നാം അല്ലാഹുവിനെ കൂടാതെ മറ്റ് അവരുടെ ഇതര വിശ്വാസികളുടെ ആരാധന മൂർത്തികളെയോ ദൈവങ്ങളെയോ നാം ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അറിവില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ സത്താവായ അല്ലാഹുവിനെ അവർ ചീത്ത വിളിക്കും, അസഭ്യം പറയും, മോശമായ വാക്കു പറയും. അതുകൊണ്ട് അതിന് കാരണക്കാർ നാം ആകരുത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു. അല്ലാഹു തലത്തരത്തിൽ നമ്മെ നന്മയുടെ വക്താക്കളായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദര്യവും സ്നേഹവും കളിയാടുന്ന രാജ്യത്തിന്റെ മനോഹരമായ ഒരു സ്വാതന്ത്ര്യം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.